നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ്. അതൊരു എക്സ് ആകാം, പാർട്ട്ണർ ആകാം, ഫ്രണ്ട് ആകാം. ഓക്കെ, പക്ഷെ ഇത് കൂടുതലും ലവ് റീഡിംഗ് ആയിരിക്കും. ഓക്കെ, ജനറൽ റീഡിംഗ് ആണ്, പക്ഷെ ലവിലോട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഒരു നോ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഒട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ് കാണുന്നത്. പിന്നെ എനിക്കിവിടെ കാണുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഒരു തേർഡ് പാർട്ടി ആരോ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ. ചിലവല്ല ഒരു മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. നിങ്ങൾ ആലോചിക്കുന്ന വ്യക്തി ഒരു മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. അപ്പം അവരുടെ ഫാമിലി, അവരുടെ കുട്ടി, ഓക്കെ, അവരുടെ കുട്ടികൾ എന്ന് വെച്ചാൽ അവരെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ, ഓക്കെ, ആ ഫാമിലി കാരണമായിരിക്കും അവർ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കുട്ടികൾ ഇൻവോൾവ് ആണ്. നിങ്ങളൊരു സെപ്പറേറ്റഡ് ആയിട്ടാണ് കാണുന്നത്, പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ ഒരുപാട് നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട്, ഓവറായിട്ട് ആലോചിക്കുന്ന ആളായിട്ടാണ് കാണുന്നത്. നിങ്ങളായിട്ട് ഡയറക്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തും എല്ലാം നിങ്ങളുടെ അടുത്ത് നിങ്ങൾ അറിയാതെ വരുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതൊക്കെയുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആണെങ്കിൽ, ഇപ്പൊ സെപ്പറേറ്റഡ് ആണെങ്കിൽ അവർക്ക് കുട്ടികളും ഇൻവോൾവ് ആണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാം. അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് അല്ല, പക്ഷെ അവര് മാരീഡ്, അയാൾക്ക് വേറെ ഒരു മാരേജ് ഉണ്ടാകും, അതിൽ കുട്ടികൾ ഇൻവോൾവ് ആകും. ഓക്കെ, സോ കുട്ടികൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവർ കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത്. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് കാണുന്നുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കൂടുതൽ താഴ്ന്നു പോവോ, നിങ്ങൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോവോ ചെയ്യാത്തത്. അല്ലെങ്കിൽ അവർക്ക് അവരുടെ സിറ്റുവേഷൻസ് കാരണം അവരെല്ലാവരും നിങ്ങളെ നല്ല അവർ കൂടുതലും ആൾക്കാരെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യാനോ അങ്ങനെ നിന്നിട്ടില്ല. അവരുടെ ആൻസൈറ്റി ഒക്കെ കാരണമാണ് അത് അങ്ങനെ നിന്നിട്ടുള്ളത്. പിന്നെ എനിക്കിവിടെ കാണുന്നത് നിങ്ങൾക്ക് രണ്ട് വ്യക്തികൾ, ഓക്കെ, കുറച്ച് ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഈ മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ അങ്ങനത്തെ അന്ന് നിങ്ങളായിട്ട് റെസനേറ്റ് ചെയ്തില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ എക്സും പിന്നെ വേറൊരു പുതിയ കൈയും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളുടെ സോളിനോട് തന്നെ ചോദിക്കുക, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന അവരെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരു പുതിയ വ്യക്തിയെ കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു ലവ് ഒന്നും അല്ല, ക്രഷ്, നിങ്ങൾക്ക് അങ്ങോട്ടൊരു ക്രഷ് തോന്നുവാണെങ്കിൽ ഒരു പുതിയ വ്യക്തിയെ കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ അവർക്കും നിങ്ങളോട് ഇങ്ങോട്ട് ഇഷ്ടമുണ്ട്, പക്ഷേ അവര് നിങ്ങളടുത്ത് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അവരിങ്ങനെ ജസ്റ്റ് ഇതിന്റെ പുറകിൽ വന്ന് നിൽക്കുവോ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. ഇങ്ങോട്ട് വന്ന് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല, പക്ഷെ അവർക്ക് ചെറിയൊരു ഇഷ്ടം നിങ്ങളോട് ഉണ്ടാകും. ഓക്കെ, അതൊരു ഫ്രണ്ട് ആകാം, എന്തോ ആയിക്കാം. ഓക്കെ, അതിലെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നോൺ കോണ്ടാക്റ്റിലായിരിക്കത്തില്ല നിങ്ങളുടെ ക്രഷുമായിട്ട്, പക്ഷെ നിങ്ങളൊരു ഫ്രണ്ട്സ് പോലെ സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവർക്കുണ്ട്, പക്ഷെ അവർ ഇങ്ങോട്ട് വന്ന് ആ ഒരു രീതിയിൽ സംസാരിക്കത്തില്ല. ഓക്കെ, സോ മൊത്തത്തിൽ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ നല്ല റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് ഒരു ഭൂം എന്ന് പറഞ്ഞ് ഒരു തീ വന്ന് എല്ലാം കെടുത്തിയ പോലെയാണ് കാണുന്നത്. എല്ലാം പോയതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, കിങ് ഓഫ് സോട്സ് ആൻഡ് ദ ടവർ. ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ ഭയങ്കര ഒരു ഫിസിക്കൽ, ഓക്കെ, എന്തെങ്കിലും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഒന്നെങ്കിൽ ഇപ്പോൾ ഒരു ദിവസത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന കാണും. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, എന്തായാലും ഈ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ ഈ വ്യക്തി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നതായിട്ട് കാണുന്നില്ല. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിന്ന് നോക്കുന്ന അങ്ങനെയൊക്കെ ആ എനർജി വീണ്ടും വീണ്ടും വരുവാണ്. ഓക്കെ, ഓക്കെ, ഇതിൽ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് കാണുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇൻവോൾവ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇൻവോൾവ് ആയിരിക്കും. ഓക്കെ, എന്തായാലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ അവർക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ട്. എനിക്കിതിൽ കാണുന്നത് വെച്ചാൽ വരും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അവർക്ക് ഈ കണക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം നിങ്ങളൊരു ബ്രേക്കപ്പ് കഴിഞ്ഞുള്ള ഒരു വ്യക്തിനെ പറ്റി ആണ് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഒരു എക്സിനെ പറ്റിയാണ് ആലോചിക്കുന്നതെങ്കിൽ അവർക്ക് ഇത് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളുമായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് അവരെല്ലാം മെൻറ്റപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ
എന്തൊരു കാര്യവും ഇമോഷണലായിട്ട് വരുമ്പം നിങ്ങളത് നല്ല രീതിയിൽ അത് സോൾവ് ചെയ്യുക. ഇപ്പോൾ അവർക്ക് തന്നെ ഒരു പ്രശ്നം വന്നാൽ ഇമോഷണലി നിങ്ങൾ ഒരാളെ തളർത്താതെ ഇങ്ങനെ എങ്ങനെ അവരെ എഴുന്നേൽപ്പിക്കും അതാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ ഭയങ്കര ഇമോഷണലി സ്ട്രോങ് ആയിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവർക്ക് എപ്പോഴും ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആണ്. എന്താ ഇതിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് അവർക്ക് എപ്പോഴും. 7 of Wands and 8 of Cups reversed. സോ ഇവിടെ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ഒരു ബ്രേക്ക് എടുത്തേക്കുവാണ് എല്ലാത്തിൽ നിന്നും. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ബ്രേക്ക് എടുത്തേക്കുവാണ്. അയാൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ് കൂടെയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ പ്രാർത്ഥനയിൽ മുഴുക, അല്ലെങ്കിൽ കൂടുതൽ മെഡിറ്റേഷൻ, അങ്ങനെ എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തേക്കുമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ ഒരു ഒരു കൈൻഡ് ഓഫ് റിലേഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത്. അത്രയ്ക്ക് ഒരു നിങ്ങളൊരു ട്രൂ ലവിനെ കണ്ടുപിടിച്ചതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ പേഴ്സൺ നല്ലൊരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അയാൾ മനഃപൂർവ്വം കുറച്ച് ബൗണ്ടറീസ് വെച്ചേക്കുവാണ്. ഓക്കെ, അത് നിങ്ങളുടെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് അയാൾ ഒരു സോൾറ്റ്യൂഡ്, ഒരു ലോൺലിനെസ്സിൽ കൂടെ എനിക്ക് എന്നെ തന്നെ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയോ എന്നിൽ കുറച്ച് ബ്രേക്ക് എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾക്ക് ഇപ്പൊ ഇവരുടെ ഫീലിങ്സ് എന്താന്ന് നോക്കാം. ക്യൂൻ ഓഫ് വാൻസ് റിവേഴ്സ്ഡ് ആൻഡ് കിങ് ഓഫ് വാൻസ് റിവേഴ്സ്ഡ്. അവർ ഭയങ്കര ഡെസ്പാണ്. ഓക്കെ, മെയിൻലി ഡെസ്പാണ്. അത് മാത്രമല്ല അവര് നിങ്ങളിൽ നിന്നൊരു സൈൻ, എന്താ ഇപ്പം നിങ്ങൾ ക്രഷ് ആണെങ്കിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്രഷ് ആണെങ്കിൽ നിങ്ങളിൽ നിന്നൊരു പോസിറ്റീവ് സൈൻ, ഓക്കെ, നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ് എന്നൊരു പോസിറ്റീവ് സൈനിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോക്കുകയാണ് സിറ്റുവേഷന് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് അവരെ ഇഷ്ടമുണ്ടോ എന്ന് അറിയാൻ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടാൻ അവർ ഇരിക്കുവാണ്. ആ രീതിയാണ് എനിക്ക് അവിടെ കാണുന്നത്. ഓക്കെ, പിന്നെ അവര് എല്ലാത്തിൽ നിന്നും എങ്ങനെയും ഒളിച്ചോടി പോവാണ്. ഈ ഒരു പ്രശ്നം ഇതെല്ലാം അവർക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അവർക്ക് ഈ ലവ് എല്ലാം വേണമെന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാനൊന്നും വയ്യ. ബിക്കോസ് അവർ ഒരുപാട് ടെൻഷൻ ആണ് ഇപ്പോൾ. അതുകൊണ്ട് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അത് ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരെങ്ങനെയും അതിൽ ഓടി മറയുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ അവർ വേറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അവർക്ക് പറ്റുന്നോ ഇല്ല. ഓക്കെ, പിന്നെ ഈ വ്യക്തിക്ക് എന്തോ ഒരു അഡിക്ഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. എന്ത് അഡിക്ഷൻ ആണെന്ന് എനിക്കറിയില്ല. എന്തിനോ ഭയങ്കരമായിട്ട് അഡിക്ഷൻ. ഇപ്പം നമുക്ക് പല കാര്യങ്ങളും അറിയാലോ, ചീട്ട് അല്ലെങ്കിൽ ഡ്രഗ്സ്, സ്മോക്കിംഗ്, അങ്ങനത്തെ എന്തൊക്കെയോ അഡിക്ഷൻസ് ഉള്ളതായിട്ടാണ് എനിക്ക് കാണുന്നത്. എന്താണെന്ന് എനിക്ക് കാണുന്നില്ല. ഓക്കെ, സോ അത് ഒരുപാട് അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണിത്. അപ്പൊ അവരിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നോക്കാൻ മാറാൻ പറ്റുമെന്നൊക്കെ നോക്കുവാണ് ഇവര്. ഓക്കെ,